അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് തിരക്ക് പിടിച്ചൊരു സ്കൂളിലെ ദിവസത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അതിലൊരു നെയ്ച്ചോറിൻ്റെയും ഒരു നല്ല അടിപൊളി ചിക്കൻ കറിയുടെയും റെസിപ്പി ഉണ്ട് കേട്ടോ. ആരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അതേപോലെ രാവിലെ ഒരു 4:45-5 മണി സമയത്താണ് കേട്ടോ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കുടിക്കാനുള്ള ചൂടുവെള്ളത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ചപ്പാത്തി ചൂടാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്ന് ഒരു കല്യാണത്തിന് എനിക്ക് പോകണം, കുട്ടികൾക്ക് സ്കൂളുണ്ട്. അത് കാരണം പെട്ടെന്ന് പണി കഴിയാൻ വേണ്ടി വാങ്ങിന ചപ്പാത്തി ഇല്ല, അതാണ് കേട്ടോ എടുക്കണം. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ചിക്കൻ കറിക്ക് ചപ്പാത്തിയും കൊടുക്കാമല്ലോ. പിന്നെ നെയ്ച്ചോറും സ്കൂളിലേക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പം ഞാൻ കല്യാണത്തിന് പോണ കാരണം അപ്പോൾ അവർക്ക് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ബിരിയാണി ഉണ്ടാക്കാൻ കുറച്ച് നേരം വൈകുമല്ലോ, അത് കാരണം ബിരിയാണി ഉണ്ടാക്കാണ്ട് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം ചപ്പാത്തി പണി കഴിഞ്ഞപ്പം ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരു 4 സബോള, ഒരു കുടം വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നന്നായി അരിഞ്ഞ്, തക്കാളി അരിഞ്ഞ്, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടാ. നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി അതിലേക്ക് ഒരു 3-4 ഏലക്കായ, ഒരു 2-3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടാ. അതൊന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് സബോള ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. അതൊന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായി തന്നെ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. സബോളൊക്കെ നന്നായി വഴറ്റി വന്നെങ്കിൽ നമുക്ക് ചിക്കൻ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് കത്തിച്ചിട്ട് ഒന്ന് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ട് കേട്ടോ. ഇനി അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുത്തിട്ട് അത് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി വെച്ചിട്ട് ഈ തക്കാളി നന്നായി ഉടഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കത്തിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ തക്കാളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് ചേർക്കാം കേട്ടോ. തക്കാളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഈ മസാലകൾ ഒരു 2 വലിയ ടീസ്പൂണ് മുളകും പൊടി, നല്ല എരിവുള്ള മുളകും പൊടിയാണ്. പിന്നെ ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു ടീസ്പൂണ് കുരുമുളക്, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. എരിവ് മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ പച്ചമുളകിന് നല്ല എരിവുള്ള കാരണം ഞാൻ കുരുമുളക് കുറച്ചിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായി മസാല വഴന്നു വന്നപ്പോൾ നമ്മൾ കഴുകി വെച്ചിട്ട് വാർത്ത് വെച്ചിട്ടില്ലേ ആ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ചിക്കൻ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്ച്ചോറിൽക്കും ചപ്പാത്തിൽക്കൊക്കെ വേണ്ട കാരണം ഇവർക്ക് നന്നായി ചാറ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചു വെച്ചാൽ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ച മിക്സിൻ്റെ അതിൽ വെള്ളം ഒഴിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തുള്ളത്. എന്നിട്ട് നന്നായി മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ചിക്കൻ വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിപ്പോൾ തിളച്ച് വരുന്നുണ്ട്, ചിക്കൻ വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്ന് ചെറുതായി ഇളക്കി കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ വീണ്ടും ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പും ഒക്കെ ഉണ്ടാവും നോക്കാൻ കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് കത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ചിക്കൻ കറി അവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് അതിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് ഒരു 5-10 ചെറിയ ഉള്ളി എടുത്തിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇട്ട് കൊടുത്തിട്ട് നന്നായി മൂപ്പിച്ച് എടുക്കണം കേട്ടോ. എനിക്ക് അതിലേക്കൊരു പിടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതിലേക്ക് താളിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് കൊണ്ട് ഒരു 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകിയിട്ട് വാരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ് കേട്ടോ. അപ്പോൾ 3 ഗ്ലാസ്സിന് 4.5 ഗ്ലാസ് വെള്ളം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരടുപ്പത്ത് നെയ്ച്ചോറിനുള്ള പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2-3 കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പു, 4 ഏലക്കായ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു ഉള്ളി സവോള ചെറുതായി നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കളറൊന്നും മാറാൻ നിൽക്കൊന്നും വേണ്ട, ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വാർന്ന് വെച്ച അരി ഇട്ട് കൊടുത്തിട്ട് നന്നായി വറുത്തെടുക്കുക കേട്ടോ. ഹൈയിൽ ഇടണം കേട്ടോ. തീ
ഹൈയിലിട്ടിട്ട് നന്നായി നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അത് കണ്ട ഇങ്ങനെ വറന്ന് വരുമ്പോൾ ഇതുപോലെ നല്ലൊരു മണം ഉണ്ടാവും, ഇങ്ങനെ കരകരാന്ന സൗണ്ടും ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇളക്കുമ്പോൾ. ഇനി അതിലേക്ക് നമ്മൾ ചൂടായ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നെയ്ച്ചോറിന് നമ്മൾ കണക്കാക്കിയിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അതിൽ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ സിമ്മിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് മൂടി വെച്ച് കത്തിക്കാം. അപ്പോൾ അവിടെ പട്ടയുടെ ഇല ഉണ്ടായിരുന്നു, അത് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു, പോയി വേഗം പൊട്ടിച്ചു കൊടുത്തിട്ട് അതും ഇട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് നെയ്ച്ചോറ് ആക്കിയെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാം, സിമ്പിളാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ. ഇതാ കണ്ട അപ്പം നോക്കിയേ, ഒന്ന് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്, അപ്പോൾ ആ വെള്ളം വലിയാൻ വേണ്ടി മൂടി വെച്ചിട്ട് കത്തിക്കാൻ കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ഇതൊക്കെ ഞാൻ ഒതുക്കാണ്ട് അതിലിടയ്ക്ക് മദ്രസയിൽ പറഞ്ഞയക്കാനുണ്ട്. 6:30 ആയപ്പോൾ അതാ മദ്രസയിലേക്ക് ഒരാളെ പറഞ്ഞയക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇവിടെ ചോറ് റെഡിയായി, ചിക്കൻ കറി റെഡിയായി, അതിലേക്കുള്ള ഉള്ളി സാലഡ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ടിഫിൻ ബോക്സിലാക്കണം, അടിച്ചു വരണം, അലക്കണം, കുളിക്കണം, ഇതൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ വീഡിയോയിൽ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നേരം വയ്ക്കുമ്പോൾ അതൊന്നും എടുത്തില്ല കേട്ടോ. ഇനി ഇതാണ് കേട്ടോ കല്യാണത്തിൻ്റെ അവിടെ എത്തിയിട്ട് പിന്നെ എടുത്തത്, അധികമൊന്നും എടുത്തില്ല, ഇതുപോലെ ചെറിയൊരു ക്ലിപ്പ് മാത്രം എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.